ഹലോ, ഇന്ന് നമുക്ക് ഫെലനോപ്സിസുമായിട്ട് മുന്നോട്ട് പോയാലോ? എല്ലാവർക്കും ഒത്തിരി സംശയവും ആശങ്കയും ഒക്കെ ഉള്ളൊരു പ്ലാന്റാണ് ഫെലനോപ്സിസ്. കാരണം വളർത്തിയെടുക്കാനും നല്ല പാടാണ്, നല്ല കെയറും വേണം അവന്. ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും ഫെലനോപ്സിസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ വളർന്നു കഴിഞ്ഞാൽ എത്ര സുന്ദരനാണ്, കണ്ടില്ലേ? പൂക്കളുടെ ഭംഗിയൊക്കെ കണ്ടില്ലേ നിങ്ങൾ? ഇത്രയും ഭംഗിയിൽ നിൽക്കുന്ന ഒരു പൂവിന് ഓർക്കിഡിൻ്റെ വർഗ്ഗത്തിൽ വരാൻ തന്നെ ഇല്ല. എത്ര അധികം വെറൈറ്റി വന്നാലും ഫെലനോപ്സിസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി തന്നെയാണ്. കണ്ടോ, കുഞ്ഞു കുഞ്ഞു രൂപങ്ങൾ എന്തൊക്കെയാണ് ഇതിനുള്ളിലുള്ളത് നമുക്കിതിനായിട്ട് പോകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഓരോ പ്ലാന്റിലും അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓരോ പൂവിൻ്റെ ഉള്ളിൽ നോക്കിയേ ഓരോരോ ഷേപ്പുകളാണ്. കണ്ടോ, നമുക്കിന്ന് ഇവരെ എങ്ങനെയാണ് നടേണ്ടത്, എന്തൊക്കെയാണ് ഇതിന് വേണ്ട വളങ്ങൾ, ഇതിന് വരുന്ന അസുഖങ്ങൾ ഒക്കെ കുറിച്ച് നമുക്കിന്ന് അറിയാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഒരു പുതിയ ഫെലനോപ്സിസ് കഴിയുന്നതും നിങ്ങൾ ട്രാൻസ്പെറൻറ്റ് ചട്ടിയിൽ പ്ലാന്റ് ചെയ്യാൻ നോക്കണം. കാരണം ഇതിൻ്റെ റൂട്ട്സാണ് നമ്മളുടെ മെയിനായിട്ട് ഇതിനെ വളർത്തുന്നത്. ഇതിൻ്റെ ജീവൻ നിലനിർത്തുന്നത് തന്നെ ഇതിൻ്റെ റൂട്ട്സാണ്. അപ്പോൾ ഈ റൂട്ട്സ് എങ്ങോട്ടൊക്കെ പോകുന്നു, എത്ര അധികം ഇതിന് ഗ്രോത്ത് ഉണ്ട്, ഇതിനുള്ളിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ചീയുന്നുണ്ടോ, ഉണങ്ങുന്നുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് എപ്പോഴും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പോട്ട് എടുക്കണം ഇതിന്. ഇനി ഞാനിതിൻ്റെ ചെറിയൊരു സീഡ്ലിങ് പാകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഏകദേശം ഒരു 4 മാസം പ്രായമായ ഒരു തൈയാണിത്. നമുക്കിതിനൊന്ന് പ്ലാന്റ് ചെയ്താലോ? പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മോസ് ഉപയോഗിക്കുക. പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടാൻ തീരെ ഇല്ലാത്തൊരു വർക്കാണത്. അതുകൊണ്ട് നമ്മൾ ചെറിയ ചകിരി നന്നായി വെള്ളത്തിലിട്ട് കുതിർത്ത് പിഴിഞ്ഞ് ഈറപ്പായിട്ട് തന്നെ ഇതിനെ പ്ലാന്റ് ചെയ്യണം. ഇതിനുള്ളിൽ കണ്ടോ, നിങ്ങൾ കണ്ടില്ലേ, ഒരു കുഞ്ഞ് ചട്ടി, അതായത് ഇത് ചകിരിയുടെ അകത്താണ് ഇവനെ പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞവനെ ഇതിലേക്ക് അങ്ങനെ ഇറക്കി അങ്ങ് വയ്ക്കുന്നു. അപ്പോൾ കണ്ടോ, ഇതിൻ്റെ വേരുകൾ പുറത്ത് നിൽക്കുന്നത് കണ്ടോ. ഇനി കുറച്ച് കരി ഇട്ട് കൊടുക്കുക. ഒത്തിരി കരിയൊന്നും വേണ്ട, ഫെലനോപ്സിന് വളരെ കുറച്ച് കരി ഇട്ട് കൊടുത്ത് ഇവനെ ഇവിടെ സെറ്റായി. കണ്ടല്ലോ, നമ്മുടെ ഒരു ഫെലനോപ്സിൻ്റെ സീഡ്ലിങ് പാകണ വിധാണിത്. അപ്പം എല്ലാവരും ഇത് കണ്ടില്ലേ? എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വേരൊക്കെ കണ്ടോ, സുന്ദരമായിട്ട് പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി ഇവന് ഈ ചട്ടി അങ്ങ് ചുറ്റി പിടിച്ചിട്ട് ചട്ടി നിറയെ വളരും. അപ്പം ഇതിനെ നമ്മൾ പ്ലാന്റ് ചെയ്തു. ഇനി നാളെ തന്നെ ഫെലനോപ്സിസ് പൂക്കുമെന്നൊന്നും ആരും വിചാരിക്കല്ലേ. ക്ഷമയോടെ കാത്തിരിക്കണം. കുറഞ്ഞത് 1 വർഷമെങ്കിലും എടുക്കും നല്ലൊരു പ്ലാന്റായിട്ട് ഇത് വരാനും പൂക്കാനായിട്ട്. ഇത് കണ്ടോ, ഇത് 1 വർഷമായപ്പോഴേക്കും പൂത്ത തൈകളാണിത്. ഇതിൻ്റെ ലീഫൊക്കെ നോക്കിയേ, എത്ര സ്ട്രെയിറ്റ് ആയിട്ട് സുന്ദരനായിട്ട് നിൽക്കണോ. അതിൻ്റെ അർത്ഥം ഇതിലൊരു ഫംഗസോ ഒരു ബാക്ടീരിയയോ ഒന്നും കയറിയിട്ടില്ല. നല്ല ഗ്രോത്തുള്ള ഒരു നല്ല പ്ലാന്റാണിത്. ഇനി ഫെലനോപ്സിസിന് മെയിനായിട്ട് വരുന്ന ഒരു അസുഖം മഗ്നീഷ്യസിൻ്റെ കുറവാണ്. ഡെഫിഷ്യൻസി ഓഫ് മാഗ്നീഷ്യം. അത് സ്ട്രോക്ക് ആവും, സോഗിയാകും. ഇതിൻ്റെ ലീഫ് കണ്ടോ, ഇത് സോഗി ലീഫ്സ് എന്ന് പറയും. ഇതിന് മഗ്നീഷ്യം കുറഞ്ഞുകൊണ്ടാണ് മെയിനായിട്ട് ഇങ്ങനെ വരുന്നത്. ഇതിൻ്റെ മരുന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. നമ്മൾ പുറത്തൊന്നും പോകണ്ട ഇതിൻ്റെ മരുന്ന് അന്വേഷിച്ചിട്ട്. നിങ്ങളുടെ വീട്ടിലൊക്കെ കറുവാപ്പട്ടയില്ലേ, നന്നായിട്ട് പൊടിച്ചെടുക്കുക. എല്ലാ ലീഫിൻ്റെ ഉള്ളിലേക്ക് കുറേശ്ശെ തൂളി കൊടുക്കുക. അതാണിതിന്. അതിനകത്ത് സിങ്ക്, മഗ്നീഷ്യം നല്ല റിച്വലായിട്ടുണ്ട്. അത് മാത്രം മതി. അത് നിങ്ങളൊരു മാസത്തിൽ ഒരു 2 പ്രാവശ്യം ഇതിലിട്ട് കൊടുക്കുക. ഈ സോഗി ലീഫൊക്കെ നേരെയാവും. കാരണം മഗ്നീഷ്യം ഡെഫിഷ്യൻസി മാറിയിട്ട് നമുക്കൊരു നല്ല പ്ലാന്റ് കിട്ടും. നല്ല റേറ്റ് ഉണ്ട്. ഫെലനോപ്സിസ് വളർന്നു കഴിഞ്ഞാൽ നല്ലതാണ്. വളർത്താൻ ഇത്തിരി പാടുണ്ട്. മറ്റുള്ള ഫംഗസ് ഒന്നും വരികയില്ല. ഇതിന് മെയിനായിട്ട് മഗ്നീഷ്യം ഡെഫിഷ്യൻസിയാണ് ഇതിന് വരുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പ്ലാന്റ് ചീച്ച് കളയരുത്. ഇതിന് വെള്ളം വേണം. വെള്ളം ഒഴിക്കുന്ന വെള്ളം കംപ്ലീറ്റ് വാർന്നു പോയി എന്ന് നിങ്ങൾക്ക് അഷുറൻസ് ആവണ വരെ അതിനെ കെയർ ചെയ്യണം. ചെടി വെച്ചു വെള്ളം ഒഴിച്ചു ഓടിപ്പോകരുത്. അതിരുന്ന് വേര് ചെയ്യും, ചെടി ചെയ്യും. നന്നായിട്ട് നോക്കിയാൽ നല്ല ഭംഗിയുള്ള പൂക്കൾ കിട്ടും. ഫെലനോപ്സിസ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ വളർത്താൻ ഭയങ്കര ആശങ്കയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഇനി ആർക്കും ഒരാശങ്കയും വേണ്ട. നിങ്ങൾ ഫെലനോപ്സിസിൻ്റെ ധാരാളം തൈകൾ വാങ്ങിക്കുക, നടുക, നല്ല നല്ല പൂക്കൾ കാണുക. എനിക്കും അയച്ചു തരിക നിങ്ങളുടെ വീട്ടിലുള്ള കളക്ഷൻസ് കേട്ടോ. എൻ്റെ കളക്ഷൻസൊക്കെ നിങ്ങൾക്കും കാണാം. ഇനി നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സോഗി ലീഫ് വരാതെ നോക്കുക. പിന്നെ ഈ ഒരു പ്രാവശ്യം പൂ വന്നു കഴിഞ്ഞാൽ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ഒരു പൂ വന്നു വിരിഞ്ഞു, കഴിഞ്ഞു അതിൻ്റെ കാര്യം, നിങ്ങളത് മുറിച്ച് കളയും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മുടെ ഫെലനോപ്സിസ് എന്നും ഒരു തണ്ടേന്ന് തന്നെ പിന്നെയും പിന്നെയും പൂ തരുന്ന ഒരു ചെടിയാണ്. ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്ന്. ഈ ഒരു പൂവ് ഇതിപ്പോൾ കംപ്ലീറ്റ് വിരിഞ്ഞ് ഒരു 6 മാസം കൊണ്ട് ഓരോരുത്തരായിട്ട് വിരിഞ്ഞ് ഈ അറ്റം വരെ വിരിയും. അതാണ് ഇതിനുള്ള ഏറ്റവും വലിയ ഗുണം.
ഒരു പൂ വിരിയാൻ തുടങ്ങിയ 6 മാസത്തേക്ക് നമുക്ക് എന്നും അതിനെ കാണാം. കണ്ടില്ലേ എത്ര ഭംഗിയുള്ള പൂവാണിത്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് കംപ്ലീറ്റ് വിരിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു 3 നോഡ് നിർത്തിയിട്ട് ഇവിടുന്ന് ഇത് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉണങ്ങാതെ നോക്കണം. മറ്റുള്ള വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ കുറേശ്ശെ വെള്ളമൊക്കെ തെളിച്ച് കൊടുത്ത് ഇതിനെ പച്ചയായിട്ട് തന്നെ നിർത്തണം കേട്ടോ. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ നോഡിൻ്റെ ഇടയിൽ നിന്ന് പുതിയ ബഡ്ഡുകൾ വരും. ഒരിക്കലും ഇത് കട്ട് ചെയ്ത് കളയരുത്. ഉണങ്ങിയെങ്കിൽ മാത്രം കട്ട് ചെയ്ത് കളയുക. ഉണങ്ങണത് എന്തുകൊണ്ടാണെന്നറിയാമല്ലോ, നിങ്ങളതിനെ നോക്കാത്തതുകൊണ്ട്. അങ്ങനെ ചെയ്യരുത്. ഇതിനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ പുതിയ ബഡ് വരും. പിന്നെ അടുത്ത ഷൂട്ട് എന്തായാലും വന്നിരിക്കും. അടുത്തത് അതിൽ നിന്ന് പുതിയ ബഡ് വന്നിരിക്കും, പുതിയ പൂക്കൾ വന്നിരിക്കും, അത് വരും ഉറപ്പായിട്ടും വരും. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെലനോപ്സിസ് ഒരു മെയിൽ മാത്രം പൂത്തിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഹൈബ്രിഡ് ഫെലനോപ്സിസ് ആണ്. എന്നും നമുക്ക് പൂ കിട്ടും. നമ്മളതിനെ അതുപോലെ നോക്കിയാൽ മതി. വളം മറ്റുള്ളതിന് കൊടുക്കുന്ന പോലെ തന്നെ ഇതിനും കൊടുക്കുക. 19 കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ബാലൻസ്ഡ് ഫെർട്ടിലൈസർ കൊടുക്കാം. അതായത് നൈട്രജൻ കുറഞ്ഞിട്ട് പൊട്ടാഷ്യം കൂടിയിട്ട് അങ്ങനെയുള്ള റേഷ്യോയിൽ കൊടുക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ കറുവാപ്പട്ടയുടെ പൊടി ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങളൊരു 6 മാസത്തിലൊരിക്കൽ ഒരു പിഞ്ചെങ്കിലും ഇട്ട് കൊടുക്കുക. ഒരിക്കലും ഡെഫിഷ്യൻസി ഓഫ് മഗ്നീഷ്യം വരാതെ നമുക്ക് നോക്കാം അതിനെ. ഇതാണ് ഫെലനോപ്സിസിൻ്റെ ഒരു ചരിത്രം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എല്ലാവരും വീഡിയോ കാണണം, എന്നെ വിളിക്കണം, ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ വീഡിയോ കേട്ടോ. ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അടുത്ത ഒരു പ്ലാന്റുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.